അതാണ് നമ്മുടെ ജനറൽ ഫോർമുല ഫോർ എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് അല്ലെ എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു സെഡ് മൈനസ് എ പ്ലസ് എ ടു ഇൻറ്റു സെഡ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ബി വൺ ഇൻറ്റു z minus a all raised to minus 1 plus b2 into z minus a all raised to minus 2 plus etc. അതായത് z minus a all raised to minus നെഗറ്റീവ് പവേഴ്സ് വരിക, അതായത് ഡിനോമിനേറ്ററിൽ z minus a പവേഴ്സ് വരിക. അതിനാണ് നമ്മൾ ആ ഒരു പാർട്ട്, ആ ലോറൻസ് സീരീസിൽ ആ ഒരു പാർട്ട് നമ്മുടെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയും. പോസിറ്റീവ് പവേഴ്സ് വരുന്നതിനെ ടൈലർ പാർട്ട് എന്ന് പറയും. അല്ലേ? നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രോബ്ലം കൊണ്ട് നോക്കാം. ഫൈൻഡ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു e raised to 2z divided by z plus 1 the whole cube about z is equal to minus 1. About z is equal to minus 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിലായിരിക്കും നമ്മുടെ എക്സ്പാൻഷൻ വരുന്നത്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ടേം അതിൽ ഏത് ടേംസിന്റെ ആയിരിക്കും വരുന്നത്? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ആ ലോറൻസ് സീരീസിൽ ഏത് ടേം ആയിരിക്കും വരുന്നത്? അതിൽ ഏത് ടേമിന്റെ പവേഴ്സ് ആയിരിക്കും വരിക? രാഹുൽ, about z is equal to minus 1 ആണ്. അപ്പം ഏത് ടേമിന്റെ പവേഴ്സ് ആയിരിക്കും വരുന്നത് നമ്മുടെ ലോറൻസ് സീരീസിൽ വരുന്നത്? about z is equal to minus 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ടേംസ് ആ വരുന്നത്? ഏത് ടേംസിലായിരിക്കും വരുന്നത്? നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് z പ്ലസ് 1ന്റെ ടേംസ് ആയിരിക്കും വരുന്നത്. z പ്ലസ് 1 എന്ന് പറയുന്ന ടേംസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, z പ്ലസ് 1ന്റെ ടേംസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സീരീസ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു e raised to 2z divided by z plus 1 whole cube അല്ലെ? അല്ലെങ്കിൽ ഈ സെഡിനെ നമുക്ക് എന്താക്കി മാറ്റണം? z plus 1ന്റെ ടേം ആക്കിയിട്ട് മാറ്റണം അല്ലെ? എന്നാലല്ലേ e raised to zന്റെ നമുക്ക് എക്സ്പാൻഷൻ അറിയാം, അതിൽ ഡയറക്റ്റ് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേടോ? ഓക്കെ, അപ്പൊ നമുക്ക് താഴെ ഡിനോമിനേറ്റർ ഉള്ളത് 1 by z plus 1 whole cube അതിനെ അവിടെ വെച്ചു. e raised to 2 into z നെ ഞാൻ എന്താക്കി മാറ്റി? z plus 1 എന്നുള്ള ടേമിലേക്ക് വരാൻ വേണ്ടിയിട്ട് z plus 1 minus 1 എന്നുള്ള ടേമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, z plus 1 minus 1, z നെ ഞാൻ എന്താക്കി? z plus 1 minus 1 അല്ലെ? എന്നാലേ z plus 1 എന്നുള്ള ടേം നമുക്ക് അവിടെ കിട്ടുള്ളൂ. which is equal to 1 by z plus 1 whole cube into e raised to 2 into z plus 1 ഈ ഒരു ടേം ഒരുമിച്ച് എടുത്തു. ഈ 2 into z plus 1 minus 2 into 1 എന്ന് പറയുന്നത് minus 2. ക്ലിയർ? അല്ലെ? ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, അതൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് 2നെ ഉള്ളിലേക്ക് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് മാത്രം. 2 into z plus 1 minus 2 which is equal to 1 by z plus 1 whole cube into e raised to 2 into z plus 1 into e raised to minus 2. e raised to അല്ലെ? ഈ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് e raised to x into e raised to y equal to e raised to x plus y ആ ഒരു ഫോമിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ അല്ലടോ? Okay, which is equal to e raised to minus 2 നെ ഞാൻ ഒന്ന് ഔട്ട്സൈഡ് എടുക്കാണ്. e raised to minus 2 divided by z plus 1 whole cube into e raised to 2 into z plus 1. ഇതാണ് ഈ ഒരു സീരീസ് ആണ് നമുക്ക് മാറ്റി എഴുതേണ്ടത്. ഇതിന്റെ എക്സ്പാൻഷൻ ആണ് നമുക്ക് അറിയുന്നത് അല്ലെ? e raised to z ന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. 1 plus z square by 2 factorial plus z cube by 3 factorial plus etc. നമുക്കുള്ളത് എന്താ? e raised to 2 into z plus 1, z ന് പകരം 2 into z plus 1. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് z ന് പകരം ആര് റീപ്ലേസ് ചെയ്താൽ മതി? 2 into z plus 1 എന്ന് പറയുന്ന ടേമിനെ റീപ്ലേസ് ചെയ്താൽ മതി. അതായത് നമുക്ക് ഇവിടെ f of z is equal to e raised to minus 2 divided by z plus 1 whole cube ഉണ്ട് into e raised to 2 into z plus 1 ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? e raised to 2 into z plus 1 നെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എത്താം ഈ ഒരു e raised to z ൽ z ന്റെ 2 into z plus 1 എന്നുള്ളത് റീപ്ലേസ് ചെയ്താൽ മതി. 1 പ്ലസ് z ന് പകരം എന്ത് കൊടുക്കുക? 2 into z plus 1 plus z square 2 into z plus 1 whole square divided by 2 factorial plus z cube എന്ന് പറയുന്നതിന് 2 into z plus 1 whole cube into whole cube divided by 3 factorial plus etc. Okay, this is equal to e raised to minus 2 divided by z plus 1 whole cube into 1 plus 2 into z plus 1 plus ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് അല്ലെ? സ്ക്വയർ സെപ്പറേറ്റ് സ്ക്വയർ എടുത്ത് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 into z plus 1 the whole square divided by 2 factorial plus 2 raised to 2 cube is equal to 8 into z plus 1 whole cube divided by 3 factorial plus etc. Okay, next term എന്തായിരിക്കും വരുന്നത്? നെക്സ്റ്റ് ടേം എന്തായിരിക്കും വരുന്നത്? പറഞ്ഞേ, നെക്സ്റ്റ് ടേം ഏതായിരിക്കും? ആകാശ് പറഞ്ഞേ, നെക്സ്റ്റ് ടേം ഏതാന്നുള്ളത് പറഞ്ഞേ. ഇവിടുത്തെ നെക്സ്റ്റ് ടേം ഏതായിരിക്കും ഉള്ളത്? ആകാശ്
ഇവിടുത്തെ നെക്സ്റ്റ് ടേം ഏതാന്ന് പറഞ്ഞേ? അതായത് 8 into z plus 1 all cube divided by 3 factorial വന്നു. അടുത്തത് ഏത് ടേം ആയിരിക്കും വരുന്നത്? ഇവിടുത്തെ അടുത്ത ടേം ഏതായിരിക്കും? അടുത്ത അതിന്റെ നേരെ ഇതല്ലേ വരും, 16 അല്ലേ വരും? അതെ, 16 2 raised to 4 into z plus 1 all raised to 4 divided by 4 factorial. ഓക്കെ, അങ്ങനെയാണ് വരിക അല്ലെ? ഓക്കെ, അപ്പം e raised to minus 20 ഇനി ഞാൻ ഈ 1 by z plus 1 all cube ഉള്ളിലേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാണ്ട്. അപ്പൊ 1 into 1 by z plus 1 all cube 1 by z plus 1 all cube പ്ലസ് ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് എന്തിന് ഈ ഒരു ടേമിനെ 1 by z plus 1 all cube ഉള്ളിലേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഈ ടേമിലേക്ക് വരുമ്പോൾ 2 into z plus 1 divided by z plus 1 whole cube plus 4 into z plus 1 whole square divided by ഇവിടെ 2 factorial already ഉണ്ട്, 2 factorial into z plus 1 whole cube plus 8 into z plus 1 whole cube divided by 3 factorial into z plus 1 whole cube plus 16 z raised to 4. Next term എന്ന് പറയുന്നത് 16 z plus 1 whole raised to 4 divided by 4 factorial into z plus 1 whole cube plus etc. Okay. നമുക്ക് ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് e raised to which is equal to e raised to minus 2 into 1 by z plus 1 whole cube. ഇവിടെ ഒന്നും ചെയ്യാനില്ല, 1 by z plus 1 whole cube plus ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ? z plus 1 ഉണ്ട്, താഴെ ഒരു z plus 1 ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് 2 by z plus 1 whole square വരും plus 2 divided by 4 divided by 2 factorial. 2 factorial equal to 2. 4 divided by 2 എന്ന് പറയുന്നത് 2, ഇങ്ങനെ ഒരു 2 ഉണ്ടാവും. ബാക്കി z plus 1 whole square divided by z plus 1 whole cube എന്ന് പറയുന്നത് z plus 1. ഓക്കെ, പ്ലസ് 8 divided by 3 factorial equal to 6. 8 by 6 എന്ന് പറയുന്നത് 4 by 3. 4 by 3 z plus 1 whole cube z plus 1 whole cube ക്യാൻസൽ ചെയ്തു. അപ്പൊ 4 by 3 മാത്രം റിമൈൻ ചെയ്യും. പ്ലസ് 16 divided by 4 factorial equal to 1 into 2 into 3 into 4 അല്ലെ? 24 ആണ് വരിക. 24 അത് 16 divided by 24 എന്ന് പറയുന്നത് 2 divided by 3. പിന്നെ z plus 1 all raised to 4 divided by z plus 1 all cube എന്ന് പറയുന്നത് മുകളിൽ ഒരു z plus 1 ഉണ്ടാവും എക്സെട്ര. ഇങ്ങനെയാണ് ടേംസ് പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയത് നോക്ക്, z plus 1ന്റെ ടേംസിലാണ് നമുക്ക് കിട്ടിയ സീരീസ് ഉള്ളത്. ഓക്കെ, അതില് നെഗറ്റീവ് പവേഴ്സ് വരുന്നുണ്ട് അല്ലെ? കണ്ടോ, ഡിനോമിനേറ്റർ നെഗറ്റീവ് പവേഴ്സ് എന്ന് പറയുന്നത് എന്താ? z plus 1 ഡിനോമിനേറ്ററിൽ വരുന്നതിനാണ് നെഗറ്റീവ് പവേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് മുകളിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? z plus 1 all raised to minus 3, z plus 1 all raised to minus 2, z plus 1 all raised to minus 1 അല്ലെ? അതായത് നെഗറ്റീവ് പവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് നമുക്ക് കിട്ടിയത്. അത് ലോറൻസ് സീരീസ് കിട്ടി. ഇതിൽ നെഗറ്റീവ് പവേഴ്സ് വരുന്ന ഇത്രയും പാർട്ടിന് നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് എന്നും പറയും. ഇതിന് പോസിറ്റീവ് പവേഴ്സ് z plus 1. ഇനി അടുത്ത ടേം എന്തായിരിക്കും വരിക? ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു z plus 1 ഹോൾ സ്ക്വയർ പ്ലസ് z plus 1 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ സീരീസ് പോവുക അല്ലെ? അല്ലടോ, അടുത്ത ടേംസ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ സീരീസ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നുണ്ടാവുക, കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവുക അല്ലടോ? അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരെ നമുക്ക് പ്രിൻസിപ്പൽ പാർട്ടാണ്. അത് നെഗറ്റീവ് പവേഴ്സ് വരിക. നെഗറ്റീവ് പവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? z plus 1 ഡിനോമിനേറ്ററിൽ വരിക. ഇവിടെ z plus 1 ന്യൂമറേറ്ററിലാണ് വന്നത്, ഇവിടെ z plus 1 ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതിന്റെ പവേഴ്സ് ഉണ്ട്. അതിന് z plus 1ന്റെ പവേഴ്സ് നെഗറ്റീവ് ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് പവേഴ്സ് ഓഫ് z plus 1 എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കയറ്റുകയാണെങ്കിൽ എന്താ വരിക? z plus 1 all raised to minus 3, z plus 1 all raised to minus 2, z plus 1 all raised to minus 1. ഇത്രയും പാർട്ടിന് നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് എന്നും പറയും. നെഗറ്റീവ് പവേഴ്സ് വരുന്നതിന് പ്രിൻസിപ്പൽ പാർട്ട് എന്നും പറയും. പോസിറ്റീവ് പവേഴ്സ് വരുന്നതിന് ടൈലർ പാർട്ട് എന്നും പറയും. ക്ലിയർ അല്ലേ? എന്നൊരു ഹോംവർക്ക് എഴുതിയെടുത്തോ. ഫൈൻഡ് ദി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ്, ഹോംവർക്ക് എഴുതിയെടുക്കാൻ നോട്ട് ചെയ്യട്ടോ. ഫൈൻഡ് ദി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് find the Lorentz series expansion of f of z is equal to, note ചെയ്യണേ, നോട്ടിലേക്ക്, f of z is equal to minus 2z plus 3 divided by z square minus 3z plus 2. സ്ക്രീനിൽ നോക്കട്ടോ. f of z is equal to minus 2z plus 3 divided by z square minus 3z plus 2 with center 0 in ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡ് z ലെസ് ദാൻ 1. ഈ ഒരു റീജിയനിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2 എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിലും ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ടൈലറിലും ചെയ്തിട്ടുണ്ട്, ലോറനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ f of z എങ്ങനെ ഏത് യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യണം അല്ലെ? ഡിനോമിനേറ്റർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യണം എടോ? f of z നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് പറഞ്ഞേ? അനിരുദ്ധ്, ലാദിൻ,
ലാദിൻ ഓക്കെ പറഞ്ഞോ. എങ്ങനെയാ നമ്മൾ അതിനെ മാറ്റുക? എഫ് ഓഫ് സെഡിന്റെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞേ, എന്താ ചെയ്യേണ്ടത്? അസഫ് അസഫ് നിങ്ങൾ ഓക്കെ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് സെഡിനെ എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത്? ഇവിടെ പറയടോ, ഇതിൽ ഏത് സിംഗുലാരിറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാവോ ഏതാന്നുള്ളത്? നമ്മൾ ഫസ്റ്റ് ഇതിന് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 വന്നാൽ നമുക്ക് എല്ലാ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് അതില് സെപ്പറേറ്റ് ചെയ്തോണ്ട് നമുക്ക് ആദ്യം അല്ലേ? നമ്മൾ ലോറൻസ് സീരീസിലൊക്കെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യണം. a ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം ആദ്യം അല്ലെ. z² മൈനസ് 3z പ്ലസ് 2 നമുക്ക് ആദ്യം ഫാക്ടറൈസ് ചെയ്യാം അല്ലടോ? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ആദ്യം ഫാക്ടറൈസ് ചെയ്യാം. മൈനസ് 2z പ്ലസ് 3 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 2 ആ ഒരു ഫോമിലേക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് a ബൈ z മൈനസ് 1 പ്ലസ് b ബൈ z പ്ലസ് 2 ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റണം. എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? ആ പ്ലസ് ഫസ്റ്റ് സീരീസ് പ്ലസ് സെക്കൻഡ് സീരീസ് ആ ഒരു രീതിയിൽ വേണം അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ. നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ചെയ്യാട്ടോ. ക്ലിയർ? ഓക്കെ. നമ്മൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സീറോസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ. ഇത് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഒരു തവണ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സീറോസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് എ അറ്റ് വിച്ച് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0. എഫ് ഓഫ് സെഡ് 0 ആകുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? സീറോസ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു ഫംഗ്ഷന്റെ സീറോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഓർഡർ, ഒരു സീറോയുടെ ഓർഡർ എത്രയാന്ന് പറയുന്നത്, ഇഫ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എം ഇൻറ്റു ഫൈവ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡിനെ നമുക്ക് ഈ ഒരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വേർ ഫൈവ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എം ഇൻറ്റു ഫൈവ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ എഫ് ഓഫ് സെഡിന് നമുക്ക് എന്ത് പറയും? ഈ സെഡ് എന് നമുക്ക് എന്ത് പറയാം? എ ഇസ് എ സീറോ ഓഫ് ഓർഡർ എം എന്ന് പറയാം. a is a zero of the function f of z. f of z ന്റെ സീറോ ആണ് a എന്നുള്ളത്. a എന്നുള്ളത് f of z ന്റെ സീറോ ആണെന്ന് പറയാം വിത്ത് ഓർഡർ m. ഓക്കെ. അതായത് എഫ് ഓഫ് സെഡ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതണം. അതിന്റെ സീറോ ഏതാണ്? സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എം ഇൻറ്റു ഫൈവ് ഓഫ് സെഡ് എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷൻ. ഫൈവ് ഓഫ് സെഡ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ആർബിട്രറി ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഈ എനാണ് നമ്മൾ എന്ത് പറയാ? ഈ എഫ് ഓഫ് സെഡിന്റെ സീറോ ആയിട്ട് പറയാം. എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ്. സൈൻ സെഡിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമ്മൾക്ക് അറിയാം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 7 ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ. z ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് z² ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. z ഔട്ട്സൈഡ് പോയിട്ടുണ്ട്. മൈനസ് z റൈസ് ടു 6 ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. ഓക്കെ. സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? z മൈനസ് 0 എന്ന് എഴുതാലോ. സെഡിനെ z മൈനസ് 0 എന്ന് എഴുതാലോ. ഈ ഒരു ഫംഗ്ഷന് ഞാൻ എന്ത് എഴുതി? ഫൈവ് ഓഫ് സെഡ് എന്ന് എഴുതി. ഇതിൽ ഫൈവ് ഓഫ് സെഡിന് നമുക്ക് സെഡിന് സീറോ വാല്യൂ കൊടുക്കുമ്പോൾ, സെഡിന് സീറോ കൊടുക്കുമ്പോൾ ഈ ഒരു ടേം സീറോ ആയി പോവോ? ഈ ഒരു സീരീസ് സീറോ ആയി പോവോ? ഫൈവ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഏതാ? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ടേംസ് ആണ്. അത് 1 മൈനസ് z² ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 6 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഈ ഒരു സീരീസ് ആണ് ഞാൻ ഫൈവ് ഓഫ് സെഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ സെഡിന് സീറോ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സീരീസ് സീറോ ആയി പോവോ? ഈ ഒരു ടേം, ഈ ഒരു ഫംഗ്ഷൻ സീറോ ആയി പോവോ? എടോ, സെഡിന് സീറോ കൊടുക്ക്. സീറോ കൊടുക്കുമ്പോ ഈ ഒരു സീരീസ് സീറോ ആവോ? ഈ ടേം സീറോ ആവും. z² ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് സീറോ ആകും. z റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയലും സീറോ ആകും. ഇതെല്ലാം സീറോ ആയാലും 1 ഇവിടെ റിമൈൻ ചെയ്യുന്നില്ലേ? അതിനർത്ഥം എന്താ? ഫൈവ് ഓഫ് സീറോ ഒരിക്കലും സീറോ ആകില്ല എന്നല്ലേ? ഫൈവ് ഓഫ് സീറോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരിക്കലും സീറോ ആകില്ല അല്ലെ? അപ്പൊ നമ്മൾ ഇതാ ഈ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റി എഴുതില്ല. നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് സെഡിനെ z മൈനസ് എ ഓൾ റൈസ് ടു 1 എഴുതാലോ. ഇതിനെ z മൈനസ് 0 ഓൾ റൈസ് ടു 1 എഴുതാലോ.
അല്ലടോ, ഈ സൈൻ സെറ്റ് നമ്മൾ എങ്ങനെ മാറ്റിയെഴുതി? z മൈനസ് 0 ഹോൾ റൈസ് ടു 1 ഇൻറ്റു ഫൈവ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറ്റിയെഴുതി. ഈ ഫൈവ് ഓഫ് 0 ഒരിക്കലും 0യും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 0 എന്ന് പറയുന്നത് ഈ സൈൻ സെഡിന്റെ ഒരു 0 ആണ്. 0 ഈസ് ദി 0 ഓഫ് ദി ഫംഗ്ഷൻ സൈൻ സെഡ് ഓഫ് ഓർഡർ. ഇതിന്റെ ഓർഡർ എത്രയാ? ഓർഡർ എത്രയാ? ഓർഡർ എന്ന് പറയുന്നത് ഇതിന്റെ പവർ ആണ്. ഇതിന്റെ പവർ z മൈനസ് ഹോൾ റൈസ് ടു m ൽ ഈ m ആണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. z മൈനസ് 0 ഹോൾ റൈസ് ടു 1 അല്ലേ? അപ്പൊ 1 ആണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. സൈൻ സെഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. സോറി, സൈൻ സെഡിൽ 0 എന്ന് പറയുന്നത് 0 ആണ്. 0യുടെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, മനസ്സിലായോ? ഇത് ഇന്നാള് കഴിഞ്ഞ തവണ നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ 0 എങ്ങനെ കണ്ടുപിടിക്കാൻ? ഒരു അനലിറ്റിക് ഫംഗ്ഷൻ സൈൻ സെറ്റ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അതിന്റെ 0 എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ ചെയ്തത്? അതിന്റെ സീരീസ് എക്സ്പാൻഷൻ എഴുതി, അതിൽ z ഔട്ട്സൈഡ് എടുത്തു. ആ z നമ്മൾ എന്ത് എഴുതി? z മൈനസ് 0 എന്ന് എഴുതി. ബാക്കിയുള്ള ഫംഗ്ഷനെ ഫൈവ് ഓഫ് z ആയിട്ട് കൺസിഡർ ചെയ്തു. ഫൈവ് ഓഫ് 0 ഒരിക്കലും, അതായത് ഇതാണ് നമ്മുടെ 0, ഇതാണ് നമ്മുടെ 0. ഈ 0യിൽ ഫൈവ് ഓഫ് സെഡിന്റെ സെഡിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ടേം 0 ആവില്ല. അതുകൊണ്ട് തന്നെ ഈ എഫ് ഓഫ് സെഡ് നമുക്ക് z മൈനസ് 0 ഹോൾ റൈസ് ടു 1 ഇൻറ്റു ഫൈവ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റി എഴുതി. അതുകൊണ്ട് 0 എന്ന് പറയുന്നത് സൈൻ സെഡിന്റെ ഒരു 0 ആണ്, വിത്ത് ഓർഡർ 1 പറയാം. ഓക്കെ, ക്ലിയർ? അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ളതേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ പ്രോബ്ലംസ് ഒന്നും അതിനെ കുറിച്ച് ചെയ്യാനൊന്നും ഇല്ല. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംഗുലാർ പോയിന്റ്. സിംഗുലാർ പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ കുറെ സിംഗുലാർ പോയിന്റ്സ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ എക്സാമ്പിൾ, അതായത് അനലിറ്റിക് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സിനാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്? സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് സെഡിലെ ആ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സിലാണ് നമ്മൾ എന്ത് പറയുക? സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് എഫ് ഓഫ് സെഡ് സീസസ് ടു ബി അനലിറ്റിക്. അനലിറ്റിക് ആകാത്ത പോയിന്റ്സിനാണ് നമ്മൾ എന്ത് പറയാ? സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z² - 1. ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സിംഗുലാർ പോയിന്റ്സ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി ഒരു ഫോർത്ത് മൊഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതുമാണ്. നമ്മൾ കുറെ പ്രോബ്ലംസ് ഇതുമായിട്ട് ചെയ്തതുമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നത് കേട്ടോ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z² - 1. ഇതിന് സിംഗുലാർ പോയിന്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? z² - 1 ഈക്വൽ ടു 0 കൊടുക്കുക. z² ഈക്വൽ ടു 1, z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. പ്ലസ് ഓർ മൈനസ് 1 ഉണ്ട്. അതായത് +1ഉം -1ഉം ആണ് ഇതിന്റെ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ കുറെ ചെയ്തതല്ലേ സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കാന്? ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ട് സിംഗുലാർ പോയിന്റ്സിന് തന്നെ നമ്മൾ രണ്ട് ടൈപ്സ് ഉണ്ട്. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് ആൻഡ് നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ്. ഇതും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാല്? രാഹുൽ തന്നെ പറഞ്ഞോ. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കുന്നത് എന്നാണ് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞ ഫീലിംഗ് അല്ലേ? അതായത് ഇത് തന്നെ നോക്കിയിട്ട് പറഞ്ഞേ. അതായത് z ഇസ് ഈക്വൽ ടു +1 ഉണ്ട്, z ഇസ് ഈക്വൽ ടു -1 ഉണ്ട്. സിംഗുലാർ പോയിന്റ്സ് ആണ് ഈ ഒരു ഫംഗ്ഷന്റെ. അത് ഐസൊലേറ്റഡ് ആണോ നോൺ ഐസൊലേറ്റഡ് ആണോ എന്ന് പറഞ്ഞേ. z ഇസ് ഈക്വൽ ടു 1 ഉണ്ട്, z ഇസ് ഈക്വൽ ടു -1ഉം ഇതിന്റെ ഒരു സിംഗുലാർ പോയിന്റ് നോൺ ഐസൊലേറ്റഡ് ആണ് എന്നാ. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്നതല്ല, കൂടിച്ചേർന്ന് നിൽക്കുന്നതാണ്. +1ഉം -1ഉം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? കാരണം അതില് രണ്ടും മണ്ണ് ഇല്ല. അങ്ങനെയൊന്നും അല്ല രാഹുൽ. വേറെ ആരാ പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞേ? അസഫ് പറഞ്ഞേ. ഇത് ഐസൊലേറ്റഡ് ആണോ നോൺ ഐസൊലേറ്റഡ് ആണോ? +1ഉം -1ഉം ഈ സിംഗുലാർ പോയിന്റ്സ് ഐസൊലേറ്റഡ് ആണ്. എന്തുകൊണ്ടാ? 1 അപ്പുറത്തും 0ന്റെ അപ്പുറത്ത്. എങ്ങനെയെന്ന് പറഞ്ഞാല് 1 എന്ന് പറഞ്ഞാൽ നമ്മള് റിയൽ ലൈനിൽ 1 എന്ന് പറയുന്നത് നൈബർഹുഡ് ചുറ്റുവട്ടത്ത് ചെറിയൊരു ഏരിയ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ മൈനസ് ഹലോ സൗണ്ട് ഹലോ സൗണ്ട് ഇല്ല മിസ്. സൗണ്ട് കേൾക്കുന്നില്ല. എങ്ങനെയാ മിസ് ഇപ്പം പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. കട്ടായി കുറച്ച് സമയത്തേക്ക്. ഓക്കെ, അതായത് റിയൽ ലൈനിൽ 1ഉം -1 എന്ന് പറയുന്ന പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യോ? ഒരു റിയൽ ലൈൻ വരയ്ക്കുക. 0, 1, -1 എന്ന് പറയുന്ന പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യും. ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയേ.
യെസ് മിസ്, അത് രണ്ടും വേറെ വേറെ സ്ഥലത്തുള്ള. ആ അതെ, അത് രണ്ടും വേറെ വേറെ സ്ഥലത്ത്, അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് അല്ലെ. 1 - 1 ആണ് നമ്മുടെ സിംഗുലാർ പോയിന്റ്സ്. 1ന്റെ തൊട്ട് നൈബർഹുഡ് എടുക്കുക അല്ലെ. 1ന്റെ തൊട്ടപ്പുറത്തെ മിസ് കട്ടാവുന്നു. -1 പറയുന്നത്. മിസ് ഇത് ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നില്ല. കട്ടാവുന്നു കുറച്ച്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ലേ സാർ, ഇടയ്ക്ക് മുറിഞ്ഞു നോക്കാം വോയിസ് എല്ലാം. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. അപ്പൊ 1 എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പിന്നെയും പോയി, ഫുള്ളും പോയി, സ്ഥലങ്ങളില്ല. പോയി മിസ് പിന്നെയും പോയി ഇതാവുന്നുണ്ട്. അതെ അല്ലേ, ഒരു മിനിറ്റ്. കോളേജിന്റെ നെറ്റിന്റെ പേര് എപ്പോഴും അങ്ങനെ തന്നെയാ? ഇപ്പൊ ഓക്കെ മിസ്, ഇപ്പൊ കുഴപ്പമില്ല. ക്ലാസ് എടുക്കുമ്പോ തോന്നുന്നു. ഓക്കെ. അപ്പൊ z = 1. 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ചുറ്റുഭാഗത്ത് നിങ്ങൾക്ക് -1 എന്ന് പറയുന്ന പോയിന്റ് കാണുന്നുണ്ടോ? തൊട്ട് നൈബർഹുഡിൽ വരുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് -1 എടുത്ത് നോക്കുകയാണെങ്കിൽ -1ന്റെ തൊട്ടപ്പുറത്തും 1 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഞാൻ കഴിഞ്ഞ തവണ ഇത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. നൈബർഹുഡിൽ നമുക്ക് വരില്ല എന്നുള്ളത്. തൊട്ടപ്പുറം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ 1 എന്ന് പറയുന്ന പോയിന്റ് വരില്ല. രണ്ടും കുറച്ച് വേർവിട്ടിട്ടാ കിടക്കുന്നത്, ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിംഗുലാർ പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു സിംഗുലാർ പോയിന്റ് തൊട്ടടുത്ത് തന്നെ മറ്റൊരു പോയിന്റ് അടുത്ത സിംഗുലാർ പോയിന്റ് കാണുകയാണെങ്കിൽ അങ്ങനെയുള്ളത് നമ്മൾ എന്ത് പറയും? നോൺ ഐസൊലേറ്റഡ്. ഐസൊലേറ്റഡ് അല്ല, നോൺ ഐസൊലേറ്റഡ്, അതായത് കൂടി ചേർന്ന് നിൽക്കുന്ന സിംഗുലാർ പോയിന്റ്സ് ആണെന്ന് പറയും. അത്തരം സിംഗുലാർ പോയിന്റ്സിനെ നമ്മൾ നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ നമ്മൾ നോക്കാം. വേറെ എക്സാമ്പിൾ നോക്കാം. f of z is equal to 1/z minus a into z plus 1 into z plus 2. ഇതിൽ സിംഗുലാർ പോയിന്റ്സ് വരുന്നത് ഏതാ? 1ഉം -2 ആണ് അല്ലെ. അതായത് z - 1 into z plus 2 equal to 0 കൊടുക്കുമ്പോൾ z is equal to 1ഉം വരും, z is equal to -2ഉം വരും. അതാണ് നമ്മുടെ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇത് ഐസൊലേറ്റഡ് ആണോ നോൺ ഐസൊലേറ്റഡ് ആണോ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോഴേക്കും മനസ്സിലാകും. 1ഉം -2ഉം. 1ന്റെ തൊട്ടടുത്തൊന്നും അല്ല -2 ഉള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ 1 എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആണ്. ഇനി -2ന്റെ തൊട്ടടുത്താണോ 1 ഉള്ളത്? അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിംഗുലാർ പോയിന്റ്സും എന്താന്ന് പറയാം? ദേ ആർ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയാം. ക്ലിയർ? ഓക്കെ. ഇപ്പൊ നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റിന് ഒരു എക്സാമ്പിൾ നോക്കാം. f of z is equal to cot pi/z. Cot pi/z equal to cos pi/z divided by sin pi/z. സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കണം. sin pi/z ഈക്വൽ ടു 0 which implies sin z ഈക്വൽ ടു 0 ആണെങ്കിൽ z is equal to n pi ആയിരിക്കണം. z ന് പകരം ഇവിടെ pi/z ഈക്വൽ ടു n pi. which implies പൈയും പൈയും ക്യാൻസൽ ആയി. ബാക്കി എന്താണത്? 1/z is equal to n. which implies z is equal to 1/n. z ആണ് നമ്മുടെ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറഞ്ഞു വരുന്നത്. z is equal to 1/n. n equal to 1, 2, 3 etc. ഏത് 1, 2, 3 എന്ന് പറഞ്ഞ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് n ന് കൊടുക്കാം. n ന് 1 കൊടുക്കുമ്പോൾ z is equal to എന്തൊരു 1/1 എന്ന് പറയുന്നത് 1. അതൊരു സിംഗുലാർ പോയിന്റ് ആണ്. n ന് 2 കൊടുക്കുമ്പോൾ 1/2 എന്ന് പറയുന്നത് സിംഗുലാർ പോയിന്റ് ആണ്. 1/3 എന്ന് പറയുന്നത് സിംഗുലാർ പോയിന്റ് ആണ്. 1/4 എന്ന് പറയുന്നത് സിംഗുലാർ പോയിന്റ് ആണ്. etc. അങ്ങനെ ഏത് പോയിന്റ്സ് കൊടുക്കും, ഏത് നമ്പർ, ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് അതിനെ കുറെ ഇൻഫിനിറ്റ്ലി മെനി സിംഗുലാർ പോയിന്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഇതൊക്കെ നോൺ ഐസൊലേറ്റഡ് ആണെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? നോൺ ഐസൊലേറ്റഡിന്റെ അണ്ടറിൽ വരാൻ കാരണം എന്താ? 1ന്റെ നെക്സ്റ്റ് നൈബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 നമുക്ക് ആ 1ന്റെ നൈബർഹുഡിൽ വരും. അല്ലടോ? 1ന്റെ നൈബർഹുഡ് എടുത്താൽ 1/2 അതിൽ വരും, 1/3 വരും, 1/4 വരും. അപ്പൊ 1 എന്ന് പറയുന്നത് നോൺ ഐസൊലേറ്റഡ് ആണ്. ഇനി 1/2 എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റ് എടുത്താൽ അതിന്റെ തൊട്ട് നൈബർഹുഡ് എടുത്താൽ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ അതിന്റെ നൈബർഹുഡിൽ വരും. അപ്പൊ 1/2 നോൺ ഐസൊലേറ്റഡ് ആണ്. അങ്ങനെ ഏത് പോയിന്റ് എടുത്തു നോക്കിയാലും എല്ലാത്തിന്റെ നൈബർഹുഡിൽ മറ്റേ സിംഗുലാർ പോയിന്റ്സ് ഒക്കെ അതിന്റെ നൈബർഹുഡ്സിൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഈ പോയിന്റ്സ് ഒക്കെ, ഈ സിംഗുലാർ പോയിന്റ്സ് ഒക്കെ നമുക്ക് എന്ത് പറയാം? നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് ആണെന്ന് പറയും. എല്ലാം ഒരുമിച്ച് കൂടി ചേർന്ന് നിൽക്കുന്ന സിംഗുലാർ പോയിന്റ്സ് ആണെന്ന് പറയും. ക്ലിയർ?
ഓക്കെ, അതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഐസൊലേറ്റഡ്, അതായത് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് തന്നെ നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത്രയും പറഞ്ഞത്, അതായത് സിംഗുലാരിറ്റി നമുക്ക് എന്താണെന്ന് അറിയാം. ഐസൊലേറ്റഡും പഠിച്ചു, നോൺ ഐസൊലേറ്റഡും പഠിച്ചു. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്നതും അല്ലാതെ നിൽക്കുന്നതും. ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സിനെ നമ്മൾ അഗൈൻ ഡിവൈഡഡ് ഇൻടു 3: റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി. അപ്പൊ നമുക്ക് മനസ്സിലാവും റിമൂവബിൾ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. റിമൂവ് ചെയ്യാൻ പറ്റുന്ന സിംഗുലാരിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ? റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. f of z is equal to sin z by z. ഇതിൽ ഏതാ ഇതിന്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്? ഏതായിരിക്കും പറഞ്ഞേ? f of z is equal to sin z by z ന്റെ സിംഗുലാരിറ്റി ഏതാ? പറയടോ, സിംഗുലാരിറ്റി ഏതാ? പറഞ്ഞേ, സിംഗുലാരിറ്റി ഏതാ? ഈ ഒരു ഫംഗ്ഷന്റെ സിംഗുലാരിറ്റി ഏതാ? 0. z is equal to 0. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ z is equal to 0 ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. z ന്റെ വാല്യൂ എന്താ? 0 ആണ്. 0 ആണ് ഇതിന്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അല്ലടോ, അല്ലേ? ഓക്കെ, ഇനി ഈ z എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ സിംഗുലാരിറ്റി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് നോക്കുന്നത്. അതായത് സൈൻ സെഡിന്റെ സീരീസ് എക്സ്പാൻഷൻ നമുക്കറിയാം. z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് മൈനസ് z റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് സൈൻ സെഡിന്റെ സീരീസ് എക്സ്പാൻഷൻ. ഈ സിംഗുലാരിറ്റീസ് ഒക്കെ നമുക്ക് നോക്കണമെങ്കിൽ ഇങ്ങനെ എക്സ്പാൻഡഡ് ഫോമിൽ നമുക്ക് കൊടുക്കണം. സീരീസ് ഫോമിലേക്ക് കൊടുക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന് റിമൂവബിൾ ആണോ, എസെൻഷ്യൽ ആണോ, പോൾ ആണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സൈൻ സെഡ് എന്ന് മാത്രം ഇട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ താഴെ ഒരു ഡിവൈഡഡ് ബൈ സെഡ് ഉണ്ട്. അപ്പം ഈ മുകളിലത്തെ ഈ സീരീസ് എക്സ്പാൻഷനിൽ സെഡ് നമുക്ക് കോമൺ ആണ്. അപ്പൊ സെഡിന് ഞാൻ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്താ വരിക? 1 മൈനസ് സെഡ് സ്ക്വയർ അല്ലെ? സെഡ് ക്യൂബ് എന്നൊരു സെഡ് ഔട്ട് സൈഡ് പോയിട്ടുണ്ട്. അപ്പൊ സെഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 4 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് സെഡ് റേസ് ടു 6 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഹോൾ ഡിവൈഡഡ് ബൈ സെഡ്. സെഡും സെഡും ക്യാൻസൽ ആയി പോയില്ലേ? ഓക്കെ, ബാക്കിയുള്ളത് എന്താ? 1 മൈനസ് സെഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 4 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് സെഡ് റേസ് ടു 6 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇവിടെ നമുക്ക് സിംഗുലാരിറ്റി കാണുന്നുണ്ടോ? നമുക്ക് ഇപ്പൊ കിട്ടിയ ഫോമിൽ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്തപ്പോ നമുക്ക് ഇവിടെ സിംഗുലാരിറ്റി കാണുന്നുണ്ടോ? ഉണ്ടോ? ഡിനോമിനേറ്ററിൽ സെഡിന്റെ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഒരു സെഡ് എന്ന് പറയുന്ന സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു. സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്ത് കളഞ്ഞു? ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതിൽ ഉണ്ടായിരുന്ന ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് എന്ത് സിംഗുലാരിറ്റി ആയിട്ട് നമുക്ക് പറയാം? സെഡ് ഈക്വൽ ടു 0 ഇസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് സെഡ് ഈക്വൽ ടു 0 ഇസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. ക്ലിയർ? ഓക്കെ, നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. f of z is equal to z minus 1 divided by z square minus 1. ഓക്കെ, ഇതിൽ സിംഗുലാരിറ്റീസ് ഏതൊക്കെയാ വരുന്നത്? പെട്ടെന്ന് പറഞ്ഞ ഇതിൽ സിംഗുലാരിറ്റീസ് ഏതൊക്കെയാ? z minus 1 divided by z square minus 1 സിംഗുലാരിറ്റീസ് ഏതൊക്കെയാ? പ്ലസ് ഓർ മൈനസ് 1. z is equal to 1 ഉം z is equal to minus 1 ആണ് ഇതിന്റെ സിംഗുലാരിറ്റി. ഇനി അത് റിമൂവബിൾ ആണോ എന്നുള്ളത് നോക്കണം. അതായത് z is equal to minus 1 ഉം z is equal to plus 1 ഉം ആണ് സിംഗുലാരിറ്റി. നമ്മുടെ ഫംഗ്ഷനെ നമുക്ക് വേറെ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാലോ. z minus 1 divided by z square minus 1 നമുക്ക് എങ്ങനെ എഴുതാം? z minus 1 into z plus 1 എഴുതാലോ. z square minus 1 into z minus 1 into z plus 1 എഴുതാലോ. ഓക്കെ, അപ്പൊ മുകളിൽ z minus 1 ഉണ്ട്, താഴെ z minus 1 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് പോയില്ലേ? ഹലോ, 1 by z plus 1 ആണ് ബാക്കി റിമൈൻ ചെയ്യുന്നത്. ക്ലിയർ? ഇടക്കിടക്ക് കട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. കട്ടാവുന്നുണ്ട്. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. പറഞ്ഞോ. 1 by z plus 1 ആണ് നമുക്ക് ബാക്കി റിമൈൻ ചെയ്തത്. z minus 1 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് 1 by z plus 1 ആണ്. അപ്പൊ ഇപ്പൊ ഇതിൽ വരുന്ന സിംഗുലാരിറ്റി ഏതാന്ന് പറഞ്ഞേ? പറയടോ. z is equal to minus 1 ആണ് സിംഗുലാരിറ്റി. z is equal to plus 1 എന്ന് പറയുന്ന സിംഗുലാരിറ്റി നമ്മൾ എന്ത് ചെയ്തു?
എന്ത് ചെയ്തു? എടോ പറയടോ, എന്ത് നോക്ക്? Z is equal to -1 ഉണ്ടായിരുന്നു, Z is equal to +1 ഉണ്ടായിരുന്നു. പക്ഷെ ഇത് Z-1ഉം Z-1ഉം ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ചെയ്തു. 1/Z+1 ഉണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ നമുക്കുള്ള ഇപ്പൊ ഉള്ള സിംഗുലാരിറ്റി എന്ന് പറയുന്നത് -1 മാത്രമാണ് ഇതിലുള്ള സിംഗുലാരിറ്റി. 1 എന്ന് പറയുന്ന സിംഗുലാരിറ്റി നമ്മൾ എന്ത് ചെയ്തു? അവിടെ തന്നെ വെച്ചു. അവിടെ തന്നെ വെച്ചോ? -1 അല്ലേ നമുക്ക് അവിടെ തന്നെ വെച്ചത്. 1 റിമൂവ് ആയി പോയില്ലടോ അല്ലേ? ഇതല്ലേ 1 എന്ന് പറയുന്ന സിംഗുലാരിറ്റി, ഇതല്ലേ -1 എന്ന് പറയുന്ന സിംഗുലാരിറ്റി. Z മൈനസ് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ സിംഗുലാരിറ്റി, മൈനസ് കഴിഞ്ഞ് വരുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ 1 എന്ന് പറയുന്നത് ഇവിടുത്തെ സിംഗുലാരിറ്റി. ഇവിടെ എന്ന് പറയുന്നതോ -1. -1 ആണ് ഇവിടുത്തെ സിംഗുലാരിറ്റി. അപ്പൊ ഈ 1 എന്ന് പറയുന്ന സിംഗുലാരിറ്റി ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് ആരാ? -1 എന്ന് പറയുന്ന സിംഗുലാരിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ 1 എന്ന് പറയുന്ന സിംഗുലാരിറ്റിനെ നമുക്ക് എന്ത് പറയാം? അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ 1 Z=1 ഈസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. ഇതിൽ Z=-1ഉം 1ഉം സിംഗുലാരിറ്റീസ് ആയിരുന്നു. അതിൽ തന്നെ 1 എന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റിയും കൂടിയാണ്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, അതായത് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീന്റെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പോള്. ഓക്കെ, അപ്പൊ റിമൂവബിൾ സിംഗുലാരിറ്റി ഉണ്ട്, പോൾ ഉണ്ട്, എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന സിംഗുലാരിറ്റി. ഇനി നമ്മൾ പോൾ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. Z=A is a pole if its Lorentz series expansion contains only finite number of negative powers of Z-A. അതായത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ, നമുക്കൊരു ഫംഗ്ഷന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ തന്നാൽ അതിൽ Z-A എന്ന് പറയുന്ന ടേംസിന്റെ നെഗറ്റീവ് പവേഴ്സ്, അതിന്റെ പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവുമല്ലോ. ലോറൻസ് സീരീസിൽ എന്തുണ്ടാകും? പ്രിൻസിപ്പൽ പാർട്ടും ഉണ്ടാകും, അല്ലെ, ടൈലർ പാർട്ടും ഉണ്ടാകും, അല്ലെ. നമുക്ക് f(z) എന്ന് പറയുന്നതിന്റെ അതിന്റെ എക്സ്പാൻഷൻ, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്താ? A0 + A1 × Z-A + A2 × Z-A ഹോൾ സ്ക്വയർ. ഇതാണ് പോസിറ്റീവ് പവേഴ്സ് ഓഫ് Z-A. ഈ പാർട്ടിന് നമ്മൾ ടൈലർ പാർട്ട് എന്ന് പറയുന്നത്. നെഗറ്റീവ് പവേഴ്സ് ഓഫ് Z-A എന്ന് പറയുന്നത് എന്താ? B1 / Z-A + B2 / Z-A ഹോൾ സ്ക്വയർ + അങ്ങനെയല്ലേ പോകുന്നത്, അല്ലടോ? അപ്പൊ ഈ പാർട്ടിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ നെഗറ്റീവ് പാർട്ടിൽ, അതായത് ഈ പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രം, അതായത് എക്സെട്രാ എന്ന് പറഞ്ഞു പോവാതെ അതൊരു ഫൈനൈറ്റ് നമ്പർ, ഇത്ര ഫിക്സഡ് നമ്പർ ആയിട്ട് അവിടെ മാത്രമാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള അത്തരം വരുന്ന ഈ എകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോൾ എന്ന് പറയുന്നത്. എത്രയേ ഉള്ളൂ. ഒരു f(z)ന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നോക്കാം. ഇതിൽ Z-A എന്ന് പറയുന്ന ടേംസിന്റെ നെഗറ്റീവ് പവേഴ്സ് ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ, അതായത് കൗണ്ടബിൾ നമ്പർ ആണെങ്കിൽ, അതായത് എക്സെട്രാ എന്ന് പറഞ്ഞു പോവാതെ ലാസ്റ്റ് ഒരു എൻ ടേം ഉണ്ടെങ്കിൽ അത്തരം എകളെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്, പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ Z-Aയുടെ ഏറ്റവും ഹയസ്റ്റ് പവർ ആയിരിക്കും. Z-A all raised to -5 അല്ലേ ഇത്? അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പവറിനെ ആയിരിക്കും അതിന്റെ ആ പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. The highest power of negative power term, that is the highest power of 1/Z-A. 1/Z-Aയുടെ ഹയസ്റ്റ് പവർ ഏതാണോ അതിനാണ് ആ പോളിന്റെ ഓർഡർ ആയിട്ടും പറയുന്നത്. എക്സാമ്പിൾ ചെയ്തു നോക്കാം, അപ്പൊ മനസ്സിലാവും. ചെയ്തു നോക്കാം. ഓക്കെ, f(z) = Z⁻⁵ divided by sin z. എങ്ങനെ എഴുതാം? sin z divided by Z⁵ എന്ന് എഴുതാലോ. Z⁻⁵ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ Z⁵. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സീരീസ് എക്സ്പാൻഷൻ എഴുതാം. sin z സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് Z-Z³ / 3 factorial plus Z⁵ divided by 5 factorial minus Z⁷ divided by 7 factorial plus etc. divided by Z⁵. ഓക്കെ, ക്ലിയർ? അപ്പം ഇതിന് ഓരോ ടേമിനെ നമുക്ക് Z⁵ വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? Z divided by Z⁵ എന്ന് പറയുന്നത് എന്ത് വരും? വരുടോ? 1/Z⁴ അല്ലേ? അല്ലടോ? അല്ലേ? ഇപ്പൊ നിങ്ങൾ Z ഇവിടുന്ന് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുമോ? Z മാത്രം ക്യാൻസൽ ചെയ്യും, ബാക്കി ഇവിടെ താഴെ ഒരു Z⁴ ഇവിടെ ക്യാൻസൽ ചെയ്യാതെ ഡിനോമിനേറ്ററിൽ തന്നെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിമൂവബിൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലടോ?
ഇത് Z റിമൂവബിൾ സിംഗുലാരിറ്റി ആകാൻ ചാൻസ് ഉണ്ടോ? Z=0 എന്ന് പറയുന്നത് പറഞ്ഞോ. മിസ് അത് ന്യൂമറേറ്ററിൽ Z കോമൺ എടുത്തിട്ട് താഴത്തിൽ ഇതാവുന്ന കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു Z ഉണ്ടാകും, ഇവിടെ താഴെ Z5 ഉണ്ടാകും. Z-ഉം Z5 ക്യാൻസൽ ചെയ്താൽ താഴെ പിന്നെ എന്തെങ്കിലും വരും? Z4 ഉണ്ടാകില്ലേ? അതുകൊണ്ട് അപ്പൊ റിമൂവബിൾ ആയോ? ഇല്ലല്ലോ. ഇല്ല, റിമൂവബിൾ ആവില്ല. ഓക്കെ, റിമൂവബിൾ ആവില്ല. ഓക്കെ, ഇനി നമുക്ക് പോളാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ? ഇതിന് ഓരോ ടേമിനെയും Z5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. Z/Z5 എന്ത് വരും? Z-ഉം Z5 ക്യാൻസൽ ചെയ്ത് പോയിട്ട് താഴെ ഒരു Z4 റിമൈൻ ചെയ്യും. 1/Z4 മൈനസ് Z³ 3 ഡിവൈഡഡ് ബൈ Z5 എന്ത് വരും? Z³ Z3ഉം Z5 പവറും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എത്ര റിമൈൻ ചെയ്യും? ഡിനോമിനേറ്ററിൽ Z² റിമൈൻ ചെയ്യില്ലേ? ഓക്കെ, മൈനസ് ഇവിടെ 1/3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു Z² ബാക്കി ഉണ്ടാവും. പ്ലസ് ഇവിടെ ഈ ടേമിലോ Z5 ഉണ്ട്, Z5 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തേ ഉള്ളൂ? 1/5 മൈനസ് Z7 ഡിവൈഡഡ് ബൈ 7 Z5 വെച്ച് ക്യാൻസൽ ചെയ്ത ബാക്കി ന്യൂമറേറ്ററിൽ ഒരു Z² ഡിനോമിനേറ്ററിൽ ഒരു 7 പ്ലസ് എക്സെട്ര. അപ്പൊ നമുക്ക് കിട്ടി നോക്കിയാ ഇതൊരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അല്ലേ? അതായത് സെഡിന്റെ നെഗറ്റീവ് പവേഴ്സ് ഉണ്ട്, സെഡിന്റെ പോസിറ്റീവ് പവേഴ്സും ഉണ്ട്, പ്രിൻസിപ്പൽ പാർട്ടും ഉണ്ട്, ടൈലർ പാർട്ടും ഉണ്ട് അല്ലെ? ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കിട്ടിയില്ലേ? ഇതിൽ നോക്ക്, ഈ പ്രിൻസിപ്പൽ പാർട്ടിൽ എത്ര ടേംസേ ഉള്ളൂ? ആകെ 2 ടേമേ ഉള്ളൂ. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രമേ ഉള്ളൂ അല്ലെ? നമുക്ക് എണ്ണാൻ പറ്റിയ ടേംസ് മാത്രമല്ലേ ഉള്ളൂ. അതെ, ടൈലർ പാർട്ടിൽ എത്ര ഉണ്ട് നോക്കണ്ട, അത് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് നോക്കണ്ട. നമുക്ക് വേണ്ടത് എന്താ? പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രമേ ഉള്ളെങ്കിൽ അപ്പൊ Z=0 ആണ് നമ്മുടെ എന്ത് പറയുന്നത്? സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ Z=0 എന്ന് പറഞ്ഞാൽ ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ പോൾ ഓഫ് ഓർഡർ. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാ ഇതില്? 4 അല്ലേ? അല്ലെ? ഇതിലെ ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പം Z=0 is a pole of order 4 എന്ന് പറയാം. ക്ലിയർ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് എസെൻഷ്യൽ സിംഗുലാരിറ്റി മാത്രം. എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോറൻസ് സീരീസിൽ എന്താ ഉണ്ടാവണം? പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻ ഇൻഫിനിറ്റ് ടേംസ്. നമുക്ക് ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രം ഉള്ളതെങ്കിൽ അതിന് നമുക്ക് പോൾ എന്നും പറയും. ആ ലോറൻസ് സീരീസിന്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ആ ഒരു സിംഗുലാരിറ്റിനെ നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയാം. ക്ലിയർ? അത്രേ ഉള്ളൂ. ഓക്കെ. അറ്റൻഡൻസ് പറഞ്ഞോ കേട്ടോ. അറ്റൻഡൻസ് 1 2 പറഞ്ഞോ. അറ്റൻഡൻസ് പറഞ്ഞോ. 1 2 3 4 5 6 7 8 ആരാ? ഓക്കെ, 9 Teacher, 9 as present. 10 1%. 11 11%. 12%. 13